മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ നമ്മുടെ അഭിമാനമായ എം.ടി. വാസുദേവൻ നായർ വളരെ ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വാർത്ത വായിക്കാൻ വരുമ്പോഴും വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം തുടരുകയാണ് എന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1933 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വളരെ ഒരു മൂത്ത സാഹിത്യ നായകനാണ്. നമ്മൾ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെ ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും കേരളം വല്ലാതെ ആശങ്കയിലാണ്. അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടണം എന്ന പ്രാർത്ഥനയിലാണ്. എന്തായാലും മാധ്യമപ്രവർത്തകരും അതുപോലെ വിദഗ്ധരായ ഡോക്ടർമാർ പലരും അദ്ദേഹത്തിൻ്റെ ചികിത്സ നടത്തുന്നതിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർ അവിടെയുണ്ട്. വിദഗ്ധന്മാരായ പല ഡോക്ടർമാരും പല ആശുപത്രികളിൽ നിന്നും അവിടെ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും എന്നാലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്, അതീവ ഗുരുതരാവസ്ഥയിൽ എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതാണ് സംഭവിക്കുന്നത് എന്നത് വല്ലാത്തൊരു ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും കേരളത്തിന് നമുക്ക് ഒരിക്കലും വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു സാഹിത്യകാരൻ എന്നുള്ള അദ്ദേഹത്തിന് ഒരുപക്ഷെ മലയാളത്തിലെ സാഹിത്യ രംഗത്ത് ഒരു വല്ലാത്തൊരു മാറ്റം വരുത്തിയത്, ഒരു വല്ലാത്ത എന്തു പറയാം, ഒരു സാഹിത്യത്തിലെ ഒരു വഴിത്തിരിവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്, അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചെറുകഥയും വീണ്ടും വീണ്ടും ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. ഇളം തലമുറ പോലും അതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മലയാള സിനിമയ്ക്കും ഇദ്ദേഹം വളരെ വലിയ സംഭാവനയാണ് നൽകിയത്. ഒരു 54ഓളം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വളരെ പ്രത്യേകത. എം.ടി. വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം 54 തിരക്കഥ അദ്ദേഹം എഴുതിയിരുന്നു. മലയാള സിനിമയ്ക്ക് അത്ര വളരെ വളരെ ഗംഭീരമായ, ഒരുപക്ഷെ ഈ എം.ടി. വാസുദേവൻ നായരുടെ തിരക്കഥ എന്ന് പറഞ്ഞാൽ പിന്നെ വലുതായിട്ട് ഡയറക്ടർക്ക് അതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനില്ല, അത് അതുപോലെ പകർത്തിയാൽ മതി എന്ന് ഒരു പറച്ചിൽ സാധാരണ കേൾക്കാറുണ്ട് സിനിമാ രംഗത്ത്. അത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം തിരക്കഥകൾ എഴുതി വെച്ചിരുന്നത്. പക്ഷേ നല്ല സംവിധായകന്മാർ, അതായത് എം.ടി. വാസുദേവൻ നായരും ഹരിഹരനും കൂടെ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള മഹത്തായ സിനിമകൾ പലതും നമുക്ക് ഇന്നും വളരെ ഇന്ത്യ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയിട്ടുള്ള പല സിനിമകളുമുണ്ട്. അദ്ദേഹം സിനിമ സംവിധാനവും ചെയ്തിട്ടുണ്ട്, നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നിർമാല്യം എന്ന സിനിമ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് നിർമാല്യമാണ്. ഈ നിർമാല്യത്തിന് 1973 പ്രസിഡന്റിൻ്റെ സ്വർണ്ണ പതക്കം ലഭിച്ചു. അത്ര വളരെ മികച്ച രീതിയിലാണ് ആ സിനിമ വളർന്നത്. 1973 ആ നിർമാല്യത്തിന് ദേശീയ അവാർഡ് കിട്ടുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ പലതും 4 തിരക്കഥകൾ മലയാളത്തിൽ എഴുതിയ, മലയാള സിനിമയ്ക്ക് വേണ്ടി എഴുതിയ 4 തിരക്കഥകൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒരു കണക്ക് പറയാം. വടക്കൻ വീരഗാഥ നമുക്കെല്ലാവർക്കും വളരെ ഒരുപക്ഷെ നമ്മളെ മലയാളികളായ എല്ലാവരും കണ്ടിട്ടുള്ള, ഇപ്പോഴും ടി വികളിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സിനിമ തന്നെയാണ് വടക്കൻ വീരഗാഥ എന്ന് പറയുന്നത്. ഒരു ഇതിഹാസമാണ്, മലയാള സിനിമയിലെ ഇതിഹാസങ്ങളിൽ പെടുത്താവുന്ന ഒന്നാണ് ഈ വടക്കൻ വീരഗാഥ എന്ന് പറയുന്നത്. അതിലെ നടീനടന്മാരും ഒരു മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രവും അതുപോലെ അതിൻ്റെ സംവിധായകനും അതിൻ്റെ ക്യാമറ ചലിപ്പിച്ചവരും അതിൻ്റെ സംഗീതം, അങ്ങനെ എല്ലാം നല്ല ആർട്ട് ഡയറക്ടറും ഒക്കെ വളരെ സമർത്ഥന്മാരായ ആൾക്കാരായിരുന്നു. ആ തിരക്കഥ വളരെ മികച്ച തിരക്കഥയായിട്ട് ദേശീയ തലത്തിൽ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 1989 വടക്കൻ വീരഗാഥ മികച്ച ഒരു തിരക്കഥയാണ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 1991 അത് കടവ് എന്ന സിനിമയാണ്. ഞാൻ കടവ് കണ്ടതാണ്. വളരെ മനോഹരമായ ഒരു തിരക്കഥയാണ് കടവ് എന്ന് പറയുന്നത്. കടവ് സംവിധാനം ചെയ്തതും എം.ടി. തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എം.ടി. തന്നെയാണ് അത് സംവിധാനം ചെയ്തത്. അത് ഏറ്റവും മികച്ച തിരക്കഥയായിട്ട് 91 ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ 92 സതയം എന്ന തിരക്കഥ മികച്ച തിരക്കഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ പരിണയം 1994 പരിണയം എന്ന തിരക്കഥയ്ക്കും മികച്ച തിരക്കഥയായിട്ട് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ നിരവധി അവാർഡുകൾ, പത്മശ്രീ അവാർഡ്, രാജ്യം ആദരിച്ച നിരവധി അവാർഡുകൾ, അങ്ങനെ രാജ്യത്തിൻ്റെ ആദരം, കേരളത്തിൻ്റെ ആദരം ഒക്കെ ഏറ്റുവാങ്ങി
വാങ്ങിയ ഒരു വലിയ സാഹിത്യകാരനും കലാകാരനുമാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം ആശുപത്രിയിൽ വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കഴിയുന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ മലയാളത്തിലെ പിന്നെ സാഹിത്യ സ്നേഹികളും സിനിമാ സ്നേഹികളും സാധാരണ ജനങ്ങളും വല്ലാതെ ആശങ്കയിൽ തന്നെയാണ്. നമ്മൾ ഇത്രയും പറയുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ഓർമ്മിക്കാനുണ്ട് MT വാസുദേവൻ നായരെ കുറിച്ച്. ഈ വർഷം ആദ്യം ജനുവരിയിൽ കോഴിക്കോട്ട് വെച്ച് ഒരു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നടന്നിരുന്നു. സാധാരണ എപ്പോഴും നടക്കാറുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് വെച്ചാണ് 2024 ജനുവരിയിൽ നടന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ കേരള സർക്കാരിൻ്റെ ഭരണ വൈകല്യങ്ങളെക്കുറിച്ചും ഭരണ കോട്ടങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ഒരു എന്താ പറയുക ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് 20 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം, ചരിത്രപരമായ ഒരു ആവശ്യം എന്ന പേരിൽ 20 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനം ഒന്നേന്ന് ഇപ്പോഴും അത് പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ലേഖനം വായിക്കുകയും ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഗവൺമെൻറ് ഈ മുന്നോട്ട് പോകുന്നത് വളരെ ഗുരുതരാവസ്ഥയിലാണെന്നും ഇങ്ങനെ പോയാൽ പോരെന്നും ഈ ജനങ്ങൾക്ക് ഗുണപരമായ ഒരു ഭരണ സംവിധാനമല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് പറഞ്ഞതും അത് വലിയ വിവാദമായതും പല നേതാക്കളും ജി സുധാകരൻ ഉൾപ്പെടെയുള്ള CPMൻ്റെ വലിയ ജി സുധാകരൻ ഒരുപാട് രൂക്ഷമായിട്ടാണ് MTയെ വിമർശിച്ചത്. MT പഠിപ്പിക്കാൻ വരണ്ട ഞങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന തരത്തിൽ ജി സുധാകരൻ അഭിപ്രായം പറഞ്ഞൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അതെല്ലാം വാർത്തകളിൽ പലപ്പോഴും പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മ വന്നത്. എന്തായാലും MT വാസുദേവൻ നായർ വളരെ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നത് ഇപ്പോഴും പുറത്തു വരുന്ന ഞാനിപ്പോൾ കിട്ടുന്ന വാർത്തയിലും പുറത്തു വരുന്ന വിവരമാണ്. അത് മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെയാണ് പുറത്തു വരുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും.